തീയക്ഷേമ സഭ ഓഫീസ് ഉദ്ഘാടനവും പ്രാപ്പോൽ യൂണിറ്റ് വാർഷികവും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10-ന് തീയക്ഷേമ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദൻ തുരുത്തി ഓഫീസ് ഉദ്ഘാടനം ചെയ്യും. 10:30-ന് പ്രാപ്പോയിൽ വയനാട്ടുകുലവൻ ക്ഷേത്രം കവാടത്തിന് മുന്നിൽ നിന്നും വിളംബര ജാഥ ആരംഭിക്കും. തുടർന്ന് NSS ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ഹരിഹരസുധൻ ഉദ്ഘാടനം ചെയ്യും. പ്രാപ്പോയിൽ യൂണിറ്റ് പ്രസിഡന്റ് A. ജനാർദ്ദനൻ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന രക്ഷാധികാരി രവി കുളങ്ങര മുഖ്യാതിഥിയായി പങ്കെടുക്കും. മല്ലിയോട്ട് മേഖലാ സെക്രട്ടറി കൃഷ്ണൻ കാവിനരികത്ത്, തീയക്ഷേമ സഭ ജില്ലാ പ്രസിഡന്റ് PV അനുരാഗ്, A. ബാലകൃഷ്ണൻ, TV ജനാർദ്ദനൻ, PV വിനോദ് എന്നിവർ പ്രസംഗിക്കും. അജയൻ മുത്യാരി ക്ലാസ് എടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ TV ജനാർദ്ദനൻ, A. ബാലകൃഷ്ണൻ, A. ജനാർദ്ദനൻ, T. ശ്രീധരൻ, PP സുവർണൻ, MP വിജയകുമാർ, VV നാരായണൻ, VV വിനോദ്, VV നാരായണി, CK കാത്യായനി എന്നിവർ പങ്കെടുത്തു. സുഹൃത്തുക്കളെ, തീയക്ഷേമ സഭ പ്രാപ്പോയിൽ യൂണിറ്റിൻ്റെ ഔദ്യോഗികമായ ഓഫീസിൻ്റെ ഉദ്ഘാടനവും അതോടനുബന്ധിച്ച് സഭയുടെ വാർഷിക സമ്മേളനം നടക്കാൻ പോവുകയാണ്. ഈ വരുന്ന ഫെബ്രുവരി 2-ാം തീയതി പ്രാപ്പോയിൽ വെച്ച് 10 മണിക്ക് ഈ ഓഫീസിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നതിന് ശേഷം പ്രാപ്പോയിൽ വയനാട്ടുകുലൻ ക്ഷേത്ര ഗേറ്റിൻ്റെ പരിസരത്ത് നിന്നും NSS ഓഡിറ്റോറിയത്തിലേക്ക് ഒരു വിളംബര ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം സമ്മേളന പരിപാടിയിൽ പ്രധാനപ്പെട്ട നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. ആ തീയക്ഷേമ സഭയുടെ സംസ്ഥാന പ്രസിഡന്റ് ഹരിസുധൻ അവറുകളായിരിക്കും ഈ ഓഫീസിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക. അതിനുശേഷം സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് തീയക്ഷേമ സഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ വിനോദൻ തിരുത്തി അവറുകളാണ്. ഈ സഭയുടെ രക്ഷാധികാരിയായ ശ്രീ രവി കുളങ്ങര വിശിഷ്ടാതിഥിയായി ആ സമ്മേളനത്തിൽ പങ്കെടുക്കും. കൂടാതെ അജയൻ മത്യാരി സെമിനാർ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. ഈ കക്കോട്, പാർവത്നേര്, പ്രാപ്പോൽ ഭാഗത്തുള്ള തീയ സഭ മെമ്പർമാർ മുഴുവനും ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം തീയ ഉണ്ട് എന്നിരുന്നാലും വിശിഷ്യ മലബാറിൽ പ്രബലമായ ഒരു സമുദായമാണ് തീയർ. നാളിതുവരെയായി ചെറുതും വലുതുമായ ഒരുപാട് സമുദായ അംഗങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനും സംഘടിക്കുന്നതിനും വേണ്ടി സംഘടനകൾ നിലവിലുണ്ട്. എന്നിരുന്നാലും ഈ പ്രബലമായ തീയ സമുദായത്തിന് ഇന്നുവരെ ഒരു സംഘടിത ശേഷി ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. അങ്ങനെ ഒരു സംഘടിത ശക്തി തീയർക്കില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അർഹതമായ പല ഗവൺമെൻറ് ആനുകൂല്യങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇനി വീണ്ടും ഇത് തുടർന്നു പോയാൽ ഈ തീയർ എന്നവരുടെ അവരുടെ സ്വതന്ത്രമായ സ്വത്വം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് തീയക്ഷേമ സഭ രൂപീകൃതമായിട്ടുള്ളത്. ഈ തീയക്ഷേമ സഭയുടെ പ്രധാനപ്പെട്ട ആളുകളും മറ്റും തുരുത്തി, മല്ലിയോട്ട് എന്നിവിടങ്ങളിലാണ്. ക്രമേണ വയക്കര, പെരുവാമ്പ, ഈ പ്രാപ്പോൽ എന്നീ പ്രദേശങ്ങളൊക്കെ ഇങ്ങനെ സംഘടന രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ തീയക്ഷേമ സഭയുടെ യൂണിറ്റുകൾ ആരംഭിക്കേണ്ടതുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആദ്യമായി ഞങ്ങൾ 1 വർഷം മുമ്പേ തുടക്കമിട്ടിരുന്നെങ്കിലും ഔദ്യോഗികമായിട്ടാണ് ഈ 2-ാം തീയതി ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഈ ഓഫീസിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനവും പിന്നീട് വാർഷിക സമ്മേളനവും NSS ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുവാൻ പോകുന്നു. ഈ തീയക്ഷേമ സഭയുടെ ഐക്യത്തിൻ്റെ പ്രത്യേകതയൊക്കെ ജനങ്ങളെ ബോധവൽക്കരിക്കാനും അവരെ സംഘടിത ശക്തിയായി മാറ്റുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്ന് അറിയിക്കട്ടെ. ഇവിടെ ഒറ്റ യൂണിറ്റുകൾ, പിന്നീട് പെരുങ്ങം പഞ്ചായത്തിൽ വയക്കരയുണ്ട്, പിന്നെ മാതങ്ങൾ എരമംകുട്ടി പഞ്ചായത്തിൽ പെരുവാമ്പ. ചെറുപുഴ പഞ്ചായത്തിൽ എല്ലാവരും പങ്കെടുക്കില്ല. ഈ ഭാഗത്ത് ഒരു യൂണിറ്റ്, കക്കോട്
പാറോത്നേര് അതുപോലെ തട്ടുമലക്ക് ഇതിൻ്റെ യൂണിറ്റ് വരാൻ പോവുകയാണ്. ഇവിടെ ആദ്യമായിട്ട് ഇപ്പോൾ തൽക്കാലം ഞങ്ങളോടൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അവർ. ഈ തീർക്ഷേമ സഭ എന്ന് പറയുമ്പോൾ 12 വീട്ടുകാർ മാത്രമേ പാറോത്നേരുള്ളൂ. അതുകൊണ്ട് അവരെയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തുകൊണ്ടാണ് ഒരു യൂണിറ്റായി പ്രവർത്തിക്കുന്നത്. കക്കോട് വേറെ തന്നെ ഒരു യൂണിറ്റ് ഉണ്ടാകും, അതേപോലെ തന്നെ തട്ടുമല മറ്റൊരു യൂണിറ്റ് ഉണ്ടാകും. അതിൻ്റെ തുടക്കം ഈ ഭാഗത്ത് പ്രാപ്പയിലാവട്ടെ എന്ന് കരുതിയാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ഒരു വർഷത്തിലധികമായി തുടങ്ങി. ഞങ്ങൾ വനിതാ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ശ്രീമതി വി വി നാരായണി, സി കെ കാർത്തിയാണി, ശൈലജ എന്നിവരൊക്കെ ഇതിൻ്റെ മെമ്പർമാരാണ്. ഷീല വന്നിട്ടുണ്ടായില്ല, ഓക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വനിതാ വിങ്ങോടെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ സ്വാശ്രയ സംഘം നിങ്ങൾ കണ്ടില്ലേ രൂപീകരിച്ചിട്ടുണ്ട്. അതൊക്കെ നന്നായി ഇതിൻ്റെ കീഴിൽ തന്നെ പോകുന്നുണ്ട്. ഉത്തരകേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ മാത്രമേ ഈ സമുദായം ഉള്ളൂന്നാണോ? അല്ല, കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ തൃശ്ശൂർ വരെയുണ്ട്. ഏറ്റവും പ്രബലമായി അവർ അധിവസിക്കുന്ന പ്രദേശമാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ. തുരുത്തി, മല്ലിയോട്ട് എന്നിവിടങ്ങളിലാണ് ഇതിൻ്റെ ആസ്ഥാനം. ഞങ്ങളുടെ ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ത്യത്തിരന്മാർ, വെളിച്ചപ്പാടന്മാർ, ഗുരുക്കന്മാർ, കാവ്, അത്തരം ആചാരഘട്ടങ്ങളാണ്. പക്ഷേ ആ ആചാരഘട്ടങ്ങളൊക്കെ പലതിൻ്റെയും പേരിൽ മറ്റ് സമുദായങ്ങളൊക്കെ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരേപോലെ വീഴവർക്കും തീയർക്കും ഒരേപോലെയാണ് ഇപ്പോൾ കിട്ടുന്നത്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടാനുള്ള അർഹമായ സാധനം ഇപ്പോഴും കിട്ടുന്നില്ല. ഒരു 80 അല്ലെങ്കിൽ 100% നമുക്ക് കിട്ടേണ്ടുന്നത് 20% കിട്ടുള്ളൂ. അതായത് 100ൽ 20 എണ്ണം ഒഴിച്ച് 80 എണ്ണത്തിൻ്റെ കുറവിപ്പോൾ നമുക്കുണ്ട്. അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും ജോലി സംബന്ധമായിട്ടുള്ള PSC ഒക്കെ അങ്ങനെയാണ്. അത് ഈഴവർക്കും തീയർക്കും ഒരുപോലെ വീതം വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടിനും ഒരുപോലെയാണ് ഗവൺമെൻറ് കാണുന്നത്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഞങ്ങൾ പ്രത്യേകമായി പരിഗണിക്കണം, ഞങ്ങൾക്കുള്ള സംവരണം ഞങ്ങൾക്കായിട്ട് തരണം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് വെച്ചാൽ കേരളത്തിൽ തീയർക്ക് പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാത്തത് കൊണ്ടും അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരം തീയർക്ക് ലഭിക്കാത്തത് കൊണ്ടും ഇത്തരം അവസരങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും ഈ ഈഴവർക്കാണ് മുൻഗണന കിട്ടുക. അത് പകരം ഈഴവരെ തീയരെ ഒന്നിച്ച് എന്നുള്ളത് വ്യത്യസ്തമായി വേറെ വേറെ ആക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും അവർക്കും ഒരേപോലെ വിഹിതം കിട്ടും. അത് തീയർക്ക് തന്നെ ലഭിക്കും. അതൊക്കെ ഗവൺമെൻറ്റിന് ഞങ്ങൾ ഒരുപാട് മെമ്മോറണ്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനത്തിലൊക്കെ തുടക്കത്തിനാണ് ഇത്തരം സംഘടനകളെ ഞങ്ങൾ വിപുലപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയും ഇത് ആരംഭിച്ചിട്ടുള്ളത്. അതെ, OBC വിഭാഗം തന്നെ. ഇല്ല, ഈഴവരും തീയരും OBC ആണ്. ചില കണക്കിൽ സർക്കാരിൻ്റെ കണക്ക് പ്രകാരം ഈ തീയ സമുദായത്തിന് പ്രത്യേകമായിട്ട് അവർ കാണുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മലബാറിലെ തീയ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. സ്വാഭാവികം നമ്മൾ ആ ഒരു ഐഡൻറ്റിറ്റി തന്നെ വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ കുട്ടികളെയും സ്കൂളുകളിൽ ചേർക്കുന്നത് ഈഴവരെന്ന് ചേർത്ത പല അനുഭവങ്ങൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പറ്റില്ല. ഇത് രണ്ടും രണ്ട് തന്നെയാണ്, രണ്ട് സംസ്കാരമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഈയ സമുദായം എന്ന് പറയുന്നത് ഇത്തരം ഇതിലേക്ക് കടന്നു വരാത്തതിൻ്റെ പേരിൽ പല ആനുകൂല്യങ്ങളും പറഞ്ഞ പോലെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അത് നേടിയെടുക്കുക വഴി സമൂഹ നന്മ എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതായത് കേവലം ഒരു ജാതി എന്നുള്ളതല്ല, പക്ഷെ ഞങ്ങളുടെ ഐഡൻറ്റിറ്റി നിലനിർത്തണം. അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനാണ് ഇപ്പോൾ ഈ സംഘടന രൂപീകരിച്ചു മുന്നോട്ടേക്ക് വന്നത്. അപ്പോൾ അതുവഴി ഞങ്ങൾ ഈ പറയുന്ന അവഗണിക്കപ്പെടുന്ന ഈ വിഭാഗത്തിൻ്റെ ആളുകളെ കണ്ടുകൊണ്ട് അവരെ ഈ മുൻനിരയിലെത്തിക്കാനും എല്ലാവരും ചെയ്യുന്നത് പോലെയാണ്. അതുവഴി സമൂഹമായ നന്മ ചെയ്യുക എന്നുള്ളത് അതിപ്പം പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മൾ രൂപീകരിച്ചതിന് ശേഷം ചെയ്യാൻ പറ്റുന്ന പരിമിതിക്കുള്ളിൽ ചെയ്തു വരികയാണ്. ചികിത്സാ സഹായമായാലും മറ്റ് സഹായം എന്നുള്ളതാണ്. ഭക്ഷ്യക്കിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയും അത്തരം നല്ല കാര്യങ്ങൾ അതിൽ നമ്മൾ ജാതി നോക്കലുമില്ല. ഈ അവരുടെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യത്തിൽ ഈ സമുദായം മാത്രം നോക്കാറില്ല. സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ കണ്ടെത്തി ചെറിയതായ സഹായം, അതിന് കൂടുതലായി സഹായം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഞങ്ങൾ കാണുന്നത്. ഇത് മറ്റ് രാഷ്ട്രീയ ജാതി മറ്റ് രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും നമ്മൾ ഈ പറയുന്ന മലബാറിലെ അതാണ് പ്രത്യേകിച്ച് മലബാറിലെ എന്നാണ് ഈ ഞങ്ങൾ പറയുന്നത്. ഈ തീയ സമുദായം അവഗണിക്കപ്പെടുന്നു എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ഇപ്പോൾ SNDP യോഗത്തിൻ്റെ നേതാക്കന്മാരും ആളുകളും പറയുന്നതാണ് സർക്കാർ കേൾക്കുക. ഉദാഹരണത്തിന് വെള്ളാപ്പള്ളി നടേശൻ ഇന്നും പറയുന്നുണ്ട്
ശരിക്കും പറഞ്ഞാൽ ഈഴവർക്ക് പറ്റി പറയുക എന്ന് പറഞ്ഞാൽ ഈഴവർ പ്രത്യേകം തന്നെയാണ്. നമുക്ക് അവരോട് കൊടുക്കുന്നതിൽ വിരോധമല്ല. 12% ഈ പിന്നോക്കത്തിൽ ഞങ്ങൾ ഈ OBCക്ക് സംഭരണമുണ്ട്. പക്ഷേ ഈ പറയുന്ന തീയ സമുദായത്തിന് നിഷേധിക്കപ്പെട്ടത് അത് മുക്തമായും ഒരു ഘട്ടത്തിൽ ചിലപ്പോഴൊക്കെ ഈ ഈഴവർ, അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2% 2 അല്ലെങ്കിൽ 3 അത് ഈ പറയുന്ന വിഭാഗത്തിന് തരണമെങ്കിൽ ഞങ്ങൾ അതുപോലെ തന്നെ അംഗീകരിക്കണം. ഈ വിഭാഗം പ്രത്യേകിച്ച് സ്കൂളിൽ നമ്മുടെ കുട്ടികൾ സ്വപ്നങ്ങൾ പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റത് തന്നെ തിരഞ്ഞെടുക്കണം. ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ്. നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ, കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ഹോളോ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കൂ. എംസാൻ, പീസാൻ, പാറപ്പൊടി, മെറ്റൽ, ജനൽ, അതിരുതൂൺ, വേലിത്തൂൺ, ഹോളോ ബ്രിക്സ്, ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു. ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു. തട്ടാപ്പറമ്പിൽ ഹോളോ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക്, കടുമേനി, മൗക്കോട്.